ഹായ് ഡിയർ, വെൽക്കം. നിങ്ങൾ മനസ്സിൽ കുറേ നാളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹം, അതൊന്ന് മനസ്സിൽ ആലോചിക്കുക. ആ ഒരാഗ്രഹം നടക്കാൻ സാധ്യതയുണ്ടോ? ആ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഡിയർ, എന്താണ് ആ ആഗ്രഹത്തിൻ്റെ കറണ്ട് എനർജി? എന്താണ് ആ ഒരാഗ്രഹം, അതുമായി ബന്ധപ്പെട്ട് ഉടനെ നടക്കാൻ സാധ്യത എന്ന് നോക്കാം. കാണാമോ? ഓക്കെ ഡിയർ, ആ ആഗ്രഹത്തിൻ്റെ കറണ്ട് എനർജിയാണ് ഇത്. ആഗ്രഹത്തിൻ്റെ സാധ്യത എന്താണ്, അതായത് ഉടനെ എന്താണ് ഇതിനുള്ളൊരു സാധ്യത? ഓക്കെ ഡിയർ, എന്താണ് ആ ഒരു ആഗ്രഹത്തിൻ്റെ ലോങ് റണ്ണിലുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവി എന്താണ് എന്ന് നോക്കാം. എന്തെങ്കിലും ഒരു തടസ്സമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട്? ഓക്കെ ഡിയർ, എന്താണ് നമുക്ക് കാർഡ്സ് റിവീൽ ചെയ്ത് നോക്കാം. നോക്കൂ ഡിയർ, 7 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് കറണ്ട് എനർജിയിൽ. ഓക്കെ ഡിയർ, ഞാൻ പറയാം ഇതാണ് കറണ്ട് എനർജി. ആ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉടനെ എന്താണ് നടക്കാൻ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ 9 ഓഫ് വൺസ് ആണ്. ഓക്കെ ഡിയർ, ലോങ് റണ്ണിൽ എന്താണ് സാധ്യത എന്ന് നമുക്ക് നോക്കാം. 8 ഓഫ് വൺസ് ആണ് ഡിയർ. എന്താണ് ഇതിനൊരു തടസ്സം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. തടസ്സം 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ ഡിയർ, ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ കറണ്ട് എനർജിയിൽ വന്നിരിക്കുന്നത് 7 ഓഫ് സോഡ്സ് ആണ്. കണ്ടില്ലേ, ഒരു ചതിയാണ് കറണ്ട് എനർജിയിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു ചതി, ചിലപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ആരെങ്കിലും നിങ്ങളെ ചതിക്കുന്നുണ്ടോ എന്ന്. ചിലപ്പോൾ ബിഹൈൻഡ് ദ സീൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന നിങ്ങൾക്കൊപ്പമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഒരു ചതി നടക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളോ നിങ്ങളുടെ അപ് ടു ഡേറ്റ്സ് മനസ്സിലാക്കുന്ന ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ അതേ സമയം തന്നെ അവിടെ ചതി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് ചെന്നുപെടുവാണ്. നിങ്ങൾക്ക് ഉറക്കമില്ല, നിങ്ങൾ അത്രയും ടെൻസ്ഡാണ്. ഈ ഒരു ചതി നടക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, എവിടെ വേണമെങ്കിലും ആകാം. ഓക്കെ ഡിയർ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ചാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ചതി നേരിട്ടതിൻ്റെ നിങ്ങൾ വിചാരിക്കുന്നില്ല എങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമായിരിക്കാം. നിങ്ങൾ അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു വിഷമമായിരിക്കാം. നിങ്ങൾ വളരെയധികം തളർത്തിക്കളയുകയാണ്. നിങ്ങൾ ഉറങ്ങാതെ വളരെയധികം ഉത്കണ്ഠയിൽ അകപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ ഡിയാ, അതല്ല ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ അവിടെയും ഈ ഒരു ചതി നടന്നല്ലോ, ചിലപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ മേളിൽ കെട്ടിവെക്കപ്പെടുന്നുണ്ടാകാം. നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന എന്തെങ്കിലും ഒരു നേട്ടം അത് തട്ടിപ്പറിക്കപ്പെടുന്നുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പെയിൻ ആയിരിക്കും നിങ്ങളിവിടെ അനുഭവിക്കുന്നത്. നിങ്ങൾ അത്രയും നാൾ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ട് അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിഷമം ഉണ്ടാവില്ലേ? അതൊരു ബന്ധമായിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു എയിം ആയിക്കോട്ടെ, ഒരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ള എയിം ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് ലോങ് റണ്ണിലേക്ക് പോകുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഓക്കെ ഡിയർ, നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടുപോവാണ്.
ആ ഒരു നിങ്ങൾക്കതിൽ നിന്ന് കരകയറി വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളതിൽ പെട്ടുപോവാണ്. നിങ്ങൾ ഇത്രയും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയാലും നമ്മളത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരുപാട് എഫേർട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു കരിയർ ആണെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ ഓരോ ചെറിയ ചുവടുകളും എടുത്ത് വെച്ച് അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിലൊരു ചതി നേരിട്ടു, അതും നമ്മളറിയാവുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ട് കഴിയുമ്പോൾ താങ്ങാനാവാതെ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കപ്പെടുവാണ്. നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളെന്നുള്ള വ്യക്തിയിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഇല്ലാത്ത വിധം നിങ്ങൾ ആക്കപ്പെടുവാണ്. എന്താ പറയുക, അപ്പോൾ ഇതൊരു നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഓക്കെ, ഈ ഒരു നിങ്ങളിപ്പോൾ അറിയുന്നില്ല എന്താണ്, ചിലപ്പോൾ അറിയുന്നുണ്ടാകാം നിങ്ങളുടെ ബിഹൈൻഡ് ദ സീൻ നടക്കുന്ന കാര്യങ്ങൾ. അവിടെ നിന്നും നിങ്ങൾ ഇത്രയും വലിയ ഉത്കണ്ഠയിലേക്ക് എത്തുന്നു. അവിടെ നിന്നും നിങ്ങൾ വീണ്ടും എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് സ്വയം ഡൗട്ട് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തുവാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് ലൈഫ് ലെസൺസ് ഉണ്ടാകും. ആ ഒരു വ്യക്തിയെക്കുറിച്ച്, ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾ ജീവിതത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് ഉയരും. ഓക്കെ ഡിയർ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നതിലുപരി നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ വന്നിരിക്കുന്നത്. വളരെയധികം, അതായത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹം നേടിയിട്ടുള്ള ഫലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇത് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളാണല്ല. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അത്രയും അധ്വാനമുണ്ട് അതിൽ. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കാശ് നേടിയാലും നിങ്ങൾ നേടുന്ന കാശിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണോ, അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ നേടുന്ന ക്യാഷ് നിങ്ങൾ നല്ല രീതിയിലാണോ വിനിയോഗിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ അധ്വാനത്തിൽ നിന്ന് കൂടി നമുക്ക് ലഭിക്കുന്ന കാശാണെങ്കിൽ കൂടി അതൊരു ബ്ലെസ്സിങ് ആണ്. അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കേണ്ട അത്യാവശ്യമാണ്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ക്യാഷ് നിങ്ങളുടെ പല ബന്ധങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ മറ്റുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നുണ്ടാകാം. നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ടായിരിക്കാം. അവിടേക്കും ആ ക്യാഷ് എത്തരത്തിലാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഡിയർ, നമ്മൾ ഒരു ക്യാഷ് കൊടുക്കുന്ന ഒരു മെഷീൻ മാത്രമായി പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അധ്വാനത്തിന് വിലയുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിന് ഒരു വില നിങ്ങൾ കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനം, നിങ്ങളെന്നുള്ള വ്യക്തിക്ക് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കണം. ഇത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു ആരോഗ്യവും ഒരു ബുദ്ധിയും ഒക്കെയും ദൈവം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ അത്രയ്ക്കൊന്നും നേടിയിട്ടില്ല എന്ന്. അങ്ങനെയല്ല. നമ്മുടെ ഏതൊരു വ്യക്തിയും അവരവരുടെ ലൈഫിൽ എല്ലാവർക്കും അവരവരുടേതായ ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ഒരു ബ്ലെസ്സിങ്സിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് സമൃദ്ധി വന്ന് നിറയുന്നത്. നമുക്ക് സമൃദ്ധി ഉണ്ടെങ്കിലും നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ അല്ല. നമ്മൾ ആ സമൃദ്ധിയിലൂടെ ലഭിക്കുന്ന മണി എന്ന് പറയുന്നത് വളരെ വലിയൊരു എനർജിയാണ്. ആ ഒരു മണി നമ്മൾ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്ങിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ജേണിയാണ്. ഇതിലൂടെ നിങ്ങൾ കടന്നു പോയേ മതിയാകൂ. പക്ഷേ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റിൽ നിങ്ങളുടെ അധ്വാനത്തിന് നിങ്ങൾ സ്വയം വില കൽപ്പിക്കുക. ആ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന പണം ദുരുപയോഗം ചെയ്യപ്പെടാതെ സ്വയം സൂക്ഷിക്കുക. അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കണ്ണിങ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇവിടെയും ബന്ധമായാലും ശരി, ഒരു കരിയർ ആയാലും ശരി, നിങ്ങൾ പണമിടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികളെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെയധികം കൃത്യതയോടുകൂടി ചെയ്യുക. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ഓക്കെ ഡിയർ, ആരെയായാലും അന്ധമായി വിശ്വസിച്ച് നിങ്ങൾ ഒന്നിലേക്കും ചെന്ന് പെടാതിരിക്കുക. ഒരു ശ്രദ്ധ ഉണ്ടാവുക. പിന്നെ ജീവിതത്തിൻ്റെ യാത്രയാണ്. ഇതിലൂടെയൊക്കെ കടന്നുപോയി നിങ്ങൾ വളരെ എന്താ പറയുക, ജീവിതത്തിനെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാൻ പറ്റുന്ന ഒരു ബോൾഡായിട്ടുള്ളൊരു വ്യക്തി ആകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഈ ഒരു യാത്ര. എന്തായാലും ദൈവം നിങ്ങളെ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയർ.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കരിയർ റീഡിങ്ങോ റിലേഷൻഷിപ്പ് റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ, അതല്ല ഹെൽത്ത് റീഡിങ്ങാണ് ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.